നമ്മൾ ഒരുമിച്ച് നിങ്ങൾ പറഞ്ഞ ഒരു രണ്ടുപേരും കൂടെ ഫ്രണ്ട് പറഞ്ഞത് ഒരുമിച്ച് പറഞ്ഞ ഇത് മേഘയ്ക്കുള്ള പണിഷ്മെന്റ്. ഒരു മിനിറ്റ്, എന്റെ ഓർമ്മക്കുറവാണെന്തോ. എനിക്കറിഞ്ഞൂടാ. ഒരു ക്ലൂ കൊടുക്കട്ടെ? വേണ്ട, എനിക്ക് പണിഷ്മെന്റ് തന്നേ പറ്റുള്ളൂ. ഇങ്ങനത്തെ പണിഷ്മെന്റ് ആയി കൊള്ളാറ്. ഇങ്ങനത്തെ അല്ല, ഇത് കുറച്ച് അടുത്തത് കുറച്ച് കടന്ന കൈയാണൊക്കെ. ഞാൻ എന്തായാലും ഒരു പേര് എഴുതാം. തോറ്റോ? ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് എന്താ ഇത്? പറയട്ടെ. കാണിച്ചോ. നമ്മൾ വൈഷ്ണവി രാഹുൽ. നമ്മള് തീരുമാനിച്ചത് പറഞ്ഞത് ആരോടാണ്? നമ്മള് വൈഷ്ണവി എടുത്ത് എപ്പോഴാ പറയണേ? കഴിഞ്ഞിട്ട് ശേഷമല്ലേ? അല്ലേ ചേച്ചി? എനിക്കറിയത്തില്ല. ചേച്ചി ക്വസ്റ്റ്യൻ ഒന്നും ചേച്ചിയോ? ഞാൻ പറഞ്ഞു സോറി. തീരുമാനിച്ചത് നമ്മൾ അങ്ങനെ ആരോട് ഒഫീഷ്യലി പറഞ്ഞില്ലല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പൊ എന്തായാലും പണിഷ്മെന്റ് ഉണ്ട്. നിങ്ങൾ തന്നെ ഒരു ധാരണയിലെത്തും. ഞാൻ വക്കീലായിട്ട് വരാം. നമ്മള് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഞങ്ങള് വിളിച്ച് പറയണ ഒരു ആർട്ടിസ്റ്റ് വൈഷ്ണവിയാണ്. അതെന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ആ ഒരു ലീക്കായ സംഭവത്തിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചറിഞ്ഞത് ഒരു ആർട്ടിസ്റ്റ് ഇതാണ്. എന്തായാലും രണ്ടുപേരും രണ്ട് ആൻസർ ആണല്ലോ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും പണിഷ്മെന്റ് ഉണ്ട്. അല്ലെങ്കിൽ തരൂല. ഇല്ല, കറക്റ്റ് ആൻസർ ഉണ്ടാവില്ല. അപ്പൊ മേഘ സൽമാനെ കുറിച്ച് 3 നുണകൾ പറയണം. അങ്ങനെ കാച്ചി സൗന്ദര്യമില്ല, ബുദ്ധിയില്ല, കയറില്ലാന്ന്. അതൊക്കെ സത്യമല്ലേ? സത്യം പറയണം, നുണ പറഞ്ഞു. ഒട്ടും ഫാഷൻ സെൻസ് ഇല്ല. പിന്നെന്താ, അഴുക്ക്, വെരി നെഗറ്റീവ് ക്യാരക്ടറാണ്. അഴുക്ക് ചെക്കൻ. പിന്നെ ഫുഡ്, ഓരോ ടൈപ്പ് ഓഫ് ഫുഡ് ടേസ്റ്റ് ഒട്ടും ശരിയല്ല. ഓക്കേ, രണ്ടാമത്തേത് എന്തോ കുത്തി എനിക്ക് തോന്നിയത്. അത് നീ ഒന്ന് നോർമലി പറഞ്ഞ, അധികം സ്ട്രെസ് ചെയ്യാണ്ട്, ഇല്ലെങ്കിൽ എന്റെ മനസ്സിൽ നിന്ന് പോവില്ല. അഴുക്ക് ചെക്കനാണ്. അഴുക്ക് ചെക്കന്. നേരത്തെ പറഞ്ഞപ്പോ എന്തോ ഉള്ളിലൊരു കുത്തലേ. ഓക്കെ, അടുത്തത്. മേഘയ്ക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം എന്താണ്? രണ്ടുപേരും എഴുതണം. എഴുതണോ? പിന്നെ പറയാൻ വേണ്ടി പേടിയുള്ളൊരു കാര്യം ഞാൻ കണ്ട് പണ്ടേല് പേടിച്ചത് നിന്നെയാണ് അല്ലേ? ഇതെന്താ എനിക്കൊന്നും വരാത്ത? ഏറ്റവും മേഘയ്ക്ക് ലൈഫിൽ ഏറ്റവും പേടി എന്താ? ഏറ്റവും പേടി അല്ല, പേടി ഉണ്ടായിരുന്ന ഒരു കാര്യം. ഭയങ്കര പേടികളൊന്നും ഞാൻ കണ്ടില്ല, എന്നാലും ഒരു പേടി എട്ടുകാലി പാച്ചാന്നൊന്നും എഴുതല്ലേ ചേട്ടാ? ഇല്ല, അതിനേക്കാൾ ഭീകരമായ വല്ല കൊതുക് ശരിയാ, ചളി. ഒരു മിനിറ്റ്. ഓക്കെ, അഡീഷൻ ഷീറ്റ് വേണോ? എന്താ ഓക്കെ, എഴുതി. എന്താ ഇത് നോക്കട്ടെ. സ്പീഡ് റീഡിങ്. റീഡിങ് അല്ല, റൈഡിങ്. സ്പീഡ് റൈഡിങ്. സ്പീഡ് അല്ലെങ്കിലും ഏകദേശം. ബൈക്ക് ചെരിച്ച് റൈഡിങ്. ഓക്കെ, എന്നാലും സ്പീഡ്, എന്നാലും ഒരു പണിഷ്മെന്റ് ഉണ്ട്. അല്ല, ചെരിച്ച് ഓടിക്കണം. ഇത് എങ്ങനെയോ കൊട്ടേഷൻ വാങ്ങി നമ്മൾ തമ്മിൽ മനപ്പൊരുത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. ഇത് സമ്മതിക്കില്ല. അല്ല, സ്പീഡിൽ പോവാന്ന് വെച്ചാ എന്താ? സ്പീഡിൽ പോവാ. സ്പീഡിൽ പോവാതെ നമ്മളിങ്ങനെ വണ്ടി ചെരിക്കണേ. ചെരിച്ച് പോകുമ്പോൾ എന്ന് പറയുന്നത് സ്കിഡ് എന്ന് പറയാ. പണിഷ്മെന്റ് ഉണ്ട്, എന്തായാലും പണിഷ്മെന്റ് ഉണ്ട്. ഇതെന്താന്നറിയോ? നിങ്ങളുടെ വെഡിങ് ന്യൂസിന് താഴെ നെഗറ്റീവ് കമന്റ് ഇട്ട ഒരാളാണ് ഞാൻ. ഇട്ടിട്ടില്ല കേട്ടോ, ശ്രീനിവാസൻ ഒരു പടത്തില് ചോദിക്കണില്ല, റിസപ്ഷനിൽ പോയിട്ട് ഒലക്ക കിട്ടും. അങ്ങനെയല്ല, അങ്ങനെ നിങ്ങൾ കരുതുക. കരുതിയാ മതി, ശരിക്കും കരുതിയാ മതി. അപ്പൊ എന്നെ നേരിട്ട് നിങ്ങളിപ്പം കണ്ടു. അപ്പൊ നിങ്ങൾ എന്നെ എങ്ങനെയാണ് നിങ്ങൾ എന്നെ നേരിടാന്നല്ല, ഒരാളെ എങ്ങനെ കിട്ടി, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? ക്യാമറ ഡീസന്റ് ആയിട്ട് ഡീൽ ചെയ്തു, ബാക്കി പുറത്തുനിന്ന് കൊടുക്കാം.
നിങ്ങൾ ചൂടാവണം. നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ, ഈ പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം. പെണ്ണെന്നൊന്നും പറയണ്ട. ഞാൻ ഡീൽ ചെയ്ത് ഈ കുട്ടി ഭയങ്കര ചൂടാവും ചേട്ടാ. എന്താണ് ചേട്ടാ നീ ഡീൽ ചെയ്തോ. ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ഒരാള് ഭയങ്കര നെഗറ്റീവ് പറഞ്ഞ ഒരാളെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കിട്ടിയാണ്. ആളെ കിട്ടിയൊന്നും ചേച്ചി ചേച്ചി ഒന്നല്ല, ചേച്ചി അമ്മായി ഒന്നും വിളിക്കാൻ പറ്റില്ല. നിങ്ങളല്ലല്ലോ കമന്റ് ഇടുന്ന ഒരു ചേച്ചിയല്ലേ. ചേച്ചിയല്ലേ, ഒരു കുട്ടി. താങ്കൾ താങ്കൾ ഭവതി ഭവതി താങ്കൾ ആ കമന്റ് ഇട്ടത് വളരെ മോശമാണ്. ഓക്കെ, ഞങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ മുൻവിധിയോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റും? ഇത് കൊള്ളത്തില്ല. അപ്പൊ ചേച്ചി എന്ന് വിളിച്ചാലും കൊള്ളൂല. അഭിനയിക്കണോന്ന് ചൂടായിട്ട് അഭിനയിക്കും. എന്തോ പറയിപ്പിക്കാനുള്ള പരിപാടിയാണ്. ചൂടാവും ഇങ്ങനെ. ശരിക്കും എടി വെറുതെ തോന്നിയ പോലെ കമന്റ് ഇടാനുള്ള പരിപാടിയാണെങ്കിൽ നിർത്തിക്കോട്ടോ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കുക. നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലേ? ഞങ്ങളുടെ കാര്യത്തിൽ തലയിടേണ്ട ആവശ്യമില്ല. അവൾക്ക് എന്നെ അറിയാം, എനിക്ക് അവളെ അറിയാം. ഓക്കെ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇനി തലയിട്ടം ചേച്ചി, ബാക്കി ഞാൻ അപ്പൊ പറഞ്ഞു. പക്ഷെ ഇങ്ങനെയൊന്നും ഞങ്ങൾ പറയില്ല കേട്ടോ. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങള് അതുമില്ല, ചേച്ചി ഞങ്ങള് നന്നായിട്ട് ജീവിച്ച് കാണിക്കും. അത്ര അതെ, അത് നല്ലത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അയ്യോ, എവിടെ പോയി? സൽമാനെ കാണുമ്പോൾ ഏത് സിനിമാ താരത്തിന്റെ ലുക്ക് ഉണ്ടെന്നാണ് ചിലരെങ്കിലും പറഞ്ഞിട്ടുള്ളത്. അത് ഞാനും എഴുതണോ? എഴുതിക്കോ. സെൽഫ് ലവ്. വലിയ കാര്യത്തിൽ എന്തോ എഴുതുണ്ട്. എന്തോ ഒപ്പിച്ചല്ലേ എഴുത്താത് ഇത്രയും എഴുതുന്നുണ്ടെങ്കിൽ. എന്താണ്? DQ പിന്നെ മണി ഹിസ്റ്റോ അല്ല, മങ്കിയുടെ ചെറിയൊരു കട്ട്. അത് രണ്ടാമത്തത്. ഓക്കെ, ഫസ്റ്റത്തെ ഏത് സൈഡിലാണോ ബാക്ക് സൈഡിലായിരിക്കും. കണ്ണടച്ച് നോക്കിയാ കറക്റ്റ് ആയിരിക്കും. ഇല്ല, ഉണ്ട്, എവിടേക്കോ ഉണ്ടല്ലേ. മീഷോ വാങ്ങിച്ച ദുൽഖർ. അതായത് മീഷോ ദുൽഖർ. നിനക്കൊക്കെ മീഷോ മതി. അമ്മാലും സോഫി, അത് അമ്മാലൊന്നല്ലല്ലോ, മേഘയല്ലേ, ഇത് മതി. മേഘയ്ക്ക് ആരുടെങ്കിലും കട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഒരേ സമയത്തിൽ കട്ടുണ്ടെന്ന്, പിന്നെ ഒരു അനുഷ്കയുടെ കട്ടുണ്ടെന്ന് പറയും. അല്ല, എനിക്ക് സമാന്താന്റെ ഭയങ്കരത്തില് ഫീൽ ആയിട്ടുണ്ട്. ആംഗിൾ ഒന്നും എനിക്ക് അറിയില്ല, എവിടെയൊക്കെയോ ഉണ്ട്. ആ ഒരു നോസ് പോർഷൻ, ഒരു ഇത്ര പോർഷന് സമാന്താന്റെ ഒരു ഭയങ്കരത്തിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഉറങ്ങുമ്പോഴേക്കും അങ്ങനെ തന്നെ. ആണോ? സമയത്ത് ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? അതാണ് അത് ഞാൻ വെളിപ്പെടുത്തിയെങ്കിൽ സമാന്ത എന്നോട് പിണങ്ങുന്നത് കൊണ്ട് ഞാൻ അത് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും. സമാന്ത, ഞാൻ പറയില്ല കേട്ടോ, ട്രസ്റ്റ് മീ. ഇത് വേറെ എവിടേക്കോ. സമ്മു മോൾ, ഡോണ്ട് വറി. പോട്ടെ, കുഴപ്പമില്ലല്ലോ അല്ലേ? സമ്മുവിന് കുഴപ്പമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലോ. സമ്മുവാണ് ഞാൻ അങ്ങനെയാണ് വിളിക്കുക. സ്നേഹം കൂടുമ്പോ ക്യാൻറ്റീനാണെങ്കിൽ തങ്ങൾ രണ്ട് മതത്തിൽപ്പെട്ടവരാണ്, പ്രായവ്യത്യാസമുണ്ട്. എന്നാൽ ഇന്നത് വലിയ കാര്യമല്ല എന്നാണ് മേഘയും സൽമാനും പറയുന്നത്. പരസ്പര സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും വിശ്വാസവും ഉണ്ടെങ്കിൽ രണ്ടുപേരുടെ ജീവിതം അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് മേഘയും സൽമാനും പറയുന്നു. അതേസമയം മേഘയ്ക്ക് സൽമാനോട് ഒരു താല്പര്യമുണ്ട്, ഒരു ഇഷ്ടമുണ്ടെന്ന് മേഘയുടെ വീട്ടിൽ അറിയാമായിരുന്നു. ഈ രണ്ട് വീട്ടുകാർക്കും ഇങ്ങനെ ഒരു വിവാഹത്തോട് താല്പര്യമില്ലായിരുന്നു. എന്നാൽ കൂടി മേഘയുടെ അച്ഛൻ വിവാഹ സമയത്ത് രജിസ്റ്റർ ഓഫീസിൽ എത്തി അനുഗ്രഹിച്ചു എന്നും ഇവർ പറയുന്നുണ്ട്. 2021 22 എന്ന് കൃത്യമായി ഓർമ്മയില്ല. അന്ന് മേഘയുടെ 18ാം പിറന്നാളായിരുന്നു. ആ ദിവസമാണ് സൽമാനോട് പ്രപ്പോസ് ചെയ്തതും നിരസിച്ചതും. ഞാൻ പ്രണയിക്കാൻ യോഗ്യനല്ല, എനിക്കത് ലക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിരസിച്ചു. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ പ്രണയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അത് ഞങ്ങളെ ഒന്നിപ്പിക്കുമെന്ന് വിശ്വസിച്ചു എന്ന് മേഘ പറയുന്നു. 2 വർഷം കാത്തിരുന്നു, അവസാനം എങ്ങനെയൊക്കെയോ വളച്ചു എന്നാണ് മേഘ പറയുന്നത്. മിഡിരണ്ടിലും എന്ന സീരിയലിൽ നിന്ന് സൽമാൻ പിന്മാറേണ്ടി വന്നൊരു സമയമുണ്ടായിരുന്നു. ഇമോഷണലി തന്നെ ഒരുപാട് കരയിപ്പിച്ച സംഭവമായിരുന്നു അത്. സീരിയലിൽ നിന്നും മാറി നിന്നപ്പോഴും മേഘയുടെ പ്രണയം ശക്തമായിരുന്നു. ഓക്കെ, അത് സീരിയസ് ആണെന്ന തോന്നൽ ഉള്ളിൽ വന്നപ്പോൾ സുഹൃത്തിനോടാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം മേഘയോട് ശരി കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും പ്രണയം സ്വീകരിച്ചോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയില്ല. ഫോർമലായി ഒരു ഐ ലവ് യു പോലും പറഞ്ഞില്ല. കല്യാണത്തിന്റെ മണിക്കൂറുകൾക്ക് മുൻപാണ് നിന്റെ പ്രണയം ഞാൻ സ്വീകരിക്കുന്നു എന്ന തരത്തിൽ ഔദ്യോഗികമായി പ്രപ്പോസ് സ്വീകരിച്ചത്.